പരിശുദ്ധ ഇസ്ലാമിൽ എല്ലാ കാര്യങ്ങൾക്കും നിയന്ത്രണങ്ങളും നിയമങ്ങളും നിർദ്ദേശങ്ങളുമുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും എ ടു സെഡ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ള എല്ലാ സർവ്വ കാര്യങ്ങൾക്കും ഇസ്ലാമിൽ വിധികൾ പറയുന്നുണ്ട്, അഥവാ നിയമങ്ങൾ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള വിധികൾക്കാണ് ശറഈയായ വിധികൾ എന്ന് പറയുന്നത്, അഥവാ അഹ്കാമു ശറഈയ എന്ന് പറയും. ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾക്കും ഇസ്ലാമിൽ വിധികൾ പറയുന്നുണ്ട്. ചെയ്യാൻ പാടുള്ളത്, പാടില്ലാത്തത്, കുറ്റമില്ലാത്തത്, കുറ്റമുള്ളത്, കൂലി കിട്ടുന്നത്, കൂലി കിട്ടാത്തത്. ഇത്തരത്തിൽ 5 കാര്യങ്ങളാണ് ഇസ്ലാമിക ശരീഅത്തിൽ പറയുന്നത്. അതിൽ ഒന്നാമത്തത് വാജിബ്. വാജിബ് എന്ന് പറയുമ്പോൾ നിർബന്ധം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക. അഥവാ വാജിബായ ഒരു കാര്യം നമ്മൾ ചെയ്യൽ നിർബന്ധമാണ്. ചെയ്തിട്ടില്ല എങ്കിൽ അതിന് ശിക്ഷയും പറയുന്നുണ്ട്. അഥവാ ഉദാഹരണത്തിന് ഫർള് നിസ്കാരം ഓരോ വ്യക്തികൾക്കും നിർബന്ധമാണ് നിസ്കരിക്കുക എന്നുള്ളത്. നിസ്കരിക്കൽ നിർബന്ധമാണ്. നിസ്കരിച്ചാൽ അതിൻ്റെ കൂലി നമുക്ക് റബ്ബിൻ്റെ അടുക്കൽ നിന്ന് കിട്ടും. നേരെ മറിച്ച് നിസ്കരിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ ശിക്ഷയും ലഭിക്കുന്നുണ്ട്. അഥവാ ചെയ്തു കഴിഞ്ഞാൽ കൂലിയും ചെയ്തിട്ടില്ല എങ്കിൽ ശിക്ഷയും ലഭിക്കുന്ന കാര്യങ്ങൾക്കാണ് വാജിബായ കാര്യങ്ങൾ എന്ന് പറയുന്നത്. വാജിബിന്റെ മറ്റൊരു പേരാണ് ഫർള്. ഈ ഫർളിനെ 2 രൂപത്തിൽ നമുക്ക് കാണാം. ഒന്ന് ഫർള് ഐന്, മറ്റൊന്ന് ഫർള് കിഫായ. ഫർള് ഐന് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി നിർബന്ധമായത്, വ്യക്തി നിർബന്ധം, അഥവാ ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് നിർബന്ധമായ കാര്യങ്ങൾക്ക്, അതിനാണ് ഫർള് ഐന് എന്ന് പറയുന്നത്. നിസ്കാരമൊക്കെ ഫർള് ഐനിന്റെ രൂപത്തിലാണ് വരിക. അതേസമയം ഫർള് കിഫായ ഉണ്ട്. ഫർള് കിഫായ എന്ന് പറയുമ്പോൾ സമൂഹ ബാധ്യതയാണ്. അഥവാ സമൂഹത്തിൽ ആരെങ്കിലും ഒരാൾ ചെയ്താൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാവുകയും ചെയ്തില്ല എങ്കിൽ എല്ലാവർക്കും ശിക്ഷ ലഭിക്കുന്ന കാര്യങ്ങൾക്കാണ് സമൂഹ ബാധ്യത അല്ലെങ്കിൽ ഫർള് കിഫായ എന്ന് പറയുന്നത്. നമ്മുടെ മയ്യത്ത് നിസ്കാരവും മയ്യത്ത് സംസ്കരണ ചടങ്ങുകളൊക്കെ ഫർള് കിഫായയിൽ പെടുന്നതാണ്. അതുപോലെ ജമാഅത്ത് നിസ്കാരം, ഇതൊക്കെ ഫർള് കിഫായയുടെ വകുപ്പിൽ പെടുന്നതാണ്. രണ്ടാമത്തത് സുന്നത്താണ്. സുന്നത്ത് എന്ന് പറയുമ്പോൾ ചെയ്തു കഴിഞ്ഞാൽ കൂലി കിട്ടും, എന്നാൽ ചെയ്തിട്ടില്ല എങ്കിൽ ശിക്ഷയൊന്നും ലഭിക്കൂല. ഉദാഹരണം, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന എല്ലാ കാര്യങ്ങളും ചെയ്യൽ സുന്നത്താണ്. അത് ചെയ്തില്ല എങ്കിൽ, സുന്നത്തായി പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യൽ സുന്നത്താണ്. തലമറക്കൽ സുന്നത്താണ്. അതുപോലെ തന്നെ ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. സലാം പറയൽ സുന്നത്താണ്. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ സുന്നത്തുകളാണ്. ഈ സുന്നത്തുകൾ ചെയ്തു കഴിഞ്ഞാൽ കൂലിയും ചെയ്തിട്ടില്ല എങ്കിൽ ശിക്ഷ ഇല്ലാത്തതുമാണ്. അതിനെ പറ്റിയാണ് സുന്നത്ത്. മറ്റൊരു പേരാണ് മൻദൂബ് എന്നുള്ളത്. അഥവാ ചുരുക്കി പറയുകയാണെങ്കിൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലി ലഭിക്കുന്നതും ചെയ്തിട്ടില്ല എങ്കിൽ ശിക്ഷ ലഭിക്കാത്തതുമായ കാര്യങ്ങൾക്കാണ് സുന്നത്ത് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യമാണ് ഹറാമ്. ഹറാമ് എന്നുള്ളത് ഒരു മുസ്ലിം വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ ഗൗരവമുള്ള കാര്യമാണ്. ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്. കള്ള് കുടിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞാൽ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷ ലഭിക്കും എന്നർത്ഥം. ഹറാമായി പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ ലഭിക്കും. നേരെ മറിച്ച് ചെയ്തിട്ടില്ല എങ്കിൽ കൂലിയും ലഭിക്കും. ഒരാൾ ഒരു ഹറാമ് ചെയ്യാൻ വേണ്ടി മനസ്സിൽ കരുതി, പക്ഷെ അതിൽ നിന്ന് ഒഴിവായിപ്പോയി എങ്കിൽ അത് ചെയ്യാത്തതിൻ്റെ കൂലി അവൻ ലഭിക്കും. അതിനെ പറ്റിയാണ് ഹറാമ് എന്ന് പറയുന്നത്. ഹറാമായി ഏതെല്ലാം കാര്യങ്ങൾ ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടുണ്ടോ എല്ലാത്തിനും ഇതേ രൂപത്തിലാണ് വിധി. ഹറാമ് വന്നു പോയി കഴിഞ്ഞാൽ അത് ശിക്ഷ ഉറപ്പാണ്. ഹറാമ് ചെയ്യാൻ കരുതിയിട്ട് അതിൽ നിന്ന് ഒഴിവായാൽ അതിൻ്റെ കൂലിയും ലഭിക്കും. മറ്റൊന്നാണ് കറാഹത്ത്. നാലാമത്തത് കറാഹത്ത് എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ ഒരുപാട് കാര്യങ്ങൾ കറാഹത്തായിട്ട് പറയുന്നുണ്ട്. തലമറക്കാതെ ബാത്റൂമിൽ കയറൽ കറാഹത്താണ്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിൽ കറാഹത്തായിട്ട് പറയുന്നുണ്ട്. ഈ കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യാതിരുന്നാൽ കൂലിയാണ്. കറാഹത്ത് ഒഴിവായി കഴിഞ്ഞാൽ കൂലിയാണ്. ചെയ്തു കഴിഞ്ഞാലോ ശിക്ഷയില്ലാത്തതുമാണ്. അതാ ഒരു കാര്യം കറാഹത്താണ് എന്ന് പറഞ്ഞാൽ ആ കറാഹത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കൂലി കിട്ടും. അതേസമയം കറാഹത്ത് ചെയ്താൽ ശിക്ഷയില്ലാത്തതുമായ കാര്യങ്ങൾക്കാണ് കറാഹത്ത് എന്ന് പറയുന്നത്. അഞ്ചാമതായിട്ട്
ഇസ്ലാമിക ശരീഅത്തിലെ 5-ാമത്തെ നിയമം എന്ന് പറയുന്നത് മുബാഹ് അല്ലെങ്കിൽ ഹലാൽ. അത് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ശിക്ഷയോ കൂലിയോ ഒന്നും ലഭിക്കാത്തത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ചായ കുടിക്കൽ, പാല് കുടിക്കൽ, ഇതൊക്കെ ഹലാലാണ്. അതിന് കുടിച്ചു എന്ന് വിചാരിച്ചിട്ട് ശിക്ഷയോ അല്ലെങ്കിൽ കൂലിയോ ലഭിക്കുന്നില്ല. ഇനി കുടിച്ചിട്ടില്ല എന്ന് വെച്ചിട്ട് ശിക്ഷയോ കൂലിയോ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ചെയ്യൽ അനുവദനീയമാണ് എന്നർത്ഥം. അതിനെ പറ്റിയാണ് ഹലാല് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുബാഹി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമ്മുടെ ദീനിൽ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങൾക്കും ഈ 5 വിധികളുമായി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മുഴുവനുമുള്ളത്. അതുകൊണ്ട് കാര്യങ്ങൾ പഠിച്ച് പകർത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകാര്യോഗ്യമായ പ്രവർത്തനമാക്കി കബൂലാക്കുമാറാകട്ടെ. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ള ആളിലേക്കും ഈ അറിവ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. തുടർന്നും ഇതുപോലത്തെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ഫോളോ അപ്പ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി